ഉമ്മൻചാണ്ടിക്കെതിരെ ഒരിക്കൽ FIR ഇട്ടില്ലേ? എന്നിട്ട് എന്തായി? സാധാരണ ഇങ്ങനൊരു ചോദ്യം ഉയർന്നു കഴിഞ്ഞാൽ അത് ചോദിക്കുന്നത് കോൺഗ്രസ് നേതാക്കളായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. എങ്കിൽ തെറ്റി. തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ ചോദ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ചത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും താത്വിക ആചാര്യനുമായ MV ഗോവിന്ദനാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനുമാണെന്നതാണ് ഏറെ ശ്രദ്ധേയം. സോളാർ പീഡന വിവാദത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുത്ത നടപടി പാളിപ്പോയെന്ന് സമ്മതിക്കുന്ന തരത്തിലാണ് CPMൻ്റെ സെക്രട്ടറി MV ഗോവിന്ദന് പിന്നാലെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും രംഗത്തെത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് എന്ന ചോദ്യത്തിനാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഗോവിന്ദൻ ഉമ്മൻചാണ്ടിക്കെതിരായ കേസ് ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ നടി ശ്രീലേഖ മിത്ര ഉന്നയിച്ച ആരോപണത്തിൽ സംവിധായകൻ രഞ്ജിത്തിനെ ന്യായീകരിക്കാനാണ് പിണറായി സർക്കാർ എടുത്ത സോളാർ പീഡന കേസിനെ മന്ത്രി സജി ചെറിയാൻ തള്ളിപ്പറഞ്ഞത്. കുറ്റം ചെയ്യാത്ത ആളെ ക്രൂശിക്കാനാകുമോ? നിരപരാധിയാണെന്ന് വന്നാൽ എന്തും ചെയ്യുമെന്നും സജി ചെറിയാൻ ചോദിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിഷയത്തിലല്ല സംവിധായകൻ രഞ്ജിത്തിനെതിരായ വിവാദത്തിലും കേസെടുക്കാതിരുന്നതിനെ ന്യായീകരിക്കാൻ സോളാർ പീഡന വിവാദത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുത്ത മുൻ അനുഭവം CPMും സർക്കാരും ഉയർത്തുമ്പോൾ അക്കാലത്ത് കോൺഗ്രസ് ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മന്ത്രി സജി ചെറിയാൻ്റെ പരാമർശം കുറ്റസമ്മതമാണെന്ന് VD സതീശൻ പറയുന്നു. ഹേമ കമ്മിറ്റി വിഷയത്തിൽ ആരെങ്കിലും പരാതി നൽകാതെ കേസെടുക്കാനാവില്ലെന്നാണ് പാർട്ടി നിലപാടെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. പരാതിയില്ലാതെ കേസെടുക്കാം, പക്ഷേ ആ കേസ് നിലനിൽക്കില്ല. പല കേസുകളും നമ്മുടെ മുന്നിൽ ഉദാഹരണമായി ഉണ്ടല്ലോ. ഉമ്മൻചാണ്ടിക്കെതിരായ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ മേൽ കേസെടുത്തിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാമല്ലോ എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അതേസമയം കുറച്ചുകൂടി കടന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുത്തതിനെ തള്ളിപ്പറയുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ. ഏതെങ്കിലും ഒരാൾ ആർക്കെങ്കിലും എതിരെ ആക്ഷേപം ഉയർത്തിയാൽ അതുപ്രകാരം കേസെടുക്കാൻ പറ്റുമോ? അങ്ങനെ എടുത്ത ഏതെങ്കിലും കേസ് നിലനിന്നിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിക്കെതിരെ FIR ഇട്ടിട്ട് എന്തായെന്ന് മന്ത്രി ചോദിച്ചു. ഉമ്മൻചാണ്ടിക്കെതിരെ ഇതുപോലൊരു ആരോപണം ഉയർന്നു വന്നപ്പോൾ കമ്മീഷനെ വെച്ചു. കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ FIR ഇട്ടത്. അതാണല്ലോ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച നിയമപരമായ നിലപാടെടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം. ആ നിലപാടാണിപ്പോൾ പറയുന്നതെന്നാണ് സജി ചെറിയാൻ പറയുന്നത്. സോളാർ പീഡന കേസിൽ ക്രൈംബ്രാഞ്ചാണ് ഉമ്മൻചാണ്ടിക്കും മറ്റും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ 2018 ഒക്ടോബറിൽ കേസെടുത്തത്. സോളാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുക്കുമെന്ന് പിണറായി വിജയൻ പറഞ്ഞെങ്കിലും നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പരാതി എഴുതി വാങ്ങുകയായിരുന്നു. കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാവില്ലെന്ന് സുപ്രീം കോടതി മുൻ ജഡ്ജി നിയമോപദേശം നൽകിയതാണ്. പിന്നീട് പരാതി ലഭിച്ചെങ്കിലും കേസെടുക്കാൻ പോലീസ് താൽപ്പര്യം കാട്ടിയിരുന്നില്ല. ഒരു പരാതിയിൽ ഒട്ടേറെ പേർക്കെതിരെ ബലാത്സംഗത്തിന് കേസെടുക്കാനാവില്ലെന്നായിരുന്നു അന്ന് അന്വേഷണ സംഘം തലവനായിരുന്ന DGP രാജേഷ് ദിവാൻ ഉൾപ്പെടെയുള്ളവരുടെ നിലപാട്.